മേപ്പാടി കാന്തൻപാറയിൽ കാട്ടാനക്കൂട്ടം ആനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. RRT ആനകളെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എന്തെങ്കിലും വരണ്ട് വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, മേപ്പാടിയുടെ വിവിധ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനക്കൂട്ടം നിരന്തരമായി എത്തുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്? ഇത് എന്താണ് സംഭവം? സംഗീത, ഇത് വയനാട് മേപ്പാടിയിലെ കാന്തമ്പാറയാണ്. കാന്തമ്പാറ അവിടെ വെള്ളച്ചാട്ടമടക്കം ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ ആനക്കൂട്ടം ഇന്ന് രാവിലെയോട് എത്തിയത്. തുടർന്ന് ആന ആ പ്രദേശത്ത് തുറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ ഏകദേശം 3ഓളം ആനയെ കാണുന്നുണ്ട്. ഒരു കുട്ടിയാനയും മറ്റ് 2 ആനകളെയും ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ഭീതിയാലാക്കിയ ഒരു ആനയാണ് ഉച്ചയോടുകൂടി RRT സംഘം അവിടുന്ന് തുരത്തിയത്. ഇത് രാവിലെ ഒരു ഓട്ടോ യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഓട്ടോയിൽ യാത്രക്കാരും അടക്കം പോയിരുന്ന ഒരു ഓട്ടോയെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആനയെ RRT സംഘം ചേർന്ന് തുരത്തിയത്. അതിനിടയിലാണ് ഈ പുഴയിൽ, കാന്തമ്പാറയിലെ പുഴയിൽ എത്തുകയും ആ പുഴയിൽ മുറിച്ചു കിടക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അല്പം നീരൊഴുക്ക് കൂടിയതിനാൽ തന്നെ അല്പം ആ പുഴ മുറിച്ചു കിടക്കാൻ ആന അല്പം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പോലും അല്പസമയത്തിന് ശേഷം ആ ആന അവിടുന്ന് ആ പുഴ മുറിച്ച് കടന്ന് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും കാന്തൻപാറയിൽ, പ്രത്യേകിച്ച് മേപ്പാടിയുടെ വലിയ പല സ്ഥലങ്ങളിലും കാട്ടാനശല്യം നടക്കുമ്പോഴും കാന്തൻപാറയിൽ കൂട്ടമായിട്ടാണ്, അതും പകൽ സമയങ്ങളിൽ ആന എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും RRT സംഘം ഏറെ നേരെ നീണ്ട ശ്രമത്തിനൊടുവിൽ ആനയെ കാട്ടിലേക്ക് തുരത്തി വിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇത് വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യത നിലവിലുണ്ട്. സംഗീത. ശരി ആഷിഖ്.